ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തെന്മല വന്നിരിക്കുകയാണ്. ചുമ്മാ കറങ്ങാൻ വന്നേ. നമ്മൾ പത്തനംതിട്ട ആയ്മ പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ ചേഞ്ച് ഓഫ് പ്ലാൻസ് നമ്മൾ തെന്മല വന്നു. അപ്പം നമ്മുടെ കൂടെ പ്രശസ്ത ഗോട്ടിലെ നായകൻ വിജയ് അല്ല ജെഫ്രി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം സമയം ഏകദേശം 2:30 ഒന്നും കഴിച്ചില്ല. അപ്പം നമ്മൾ പുനലൂരിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്ന് വഴിയോരത്ത് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒന്ന് ഏക് തേര ഏക് മേര എടുത്ത് വെച്ച് തിന്നെ. വിശന്നിട്ട് ഭയങ്കര വിശപ്പ്. ഗുണവും ഒന്നുമില്ല കേട്ടോ. ഈ ബിരിയാണിക്കകത്ത് മുട്ടയില്ല, ഭാഗ്യം, രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ എനിക്ക് കടയിലെ മുട്ട ഇഷ്ടമല്ല. മുട്ടയില്ലല്ലോ. ഇല്ല. ഇനി കഴിച്ചിട്ട് കാണാം. കണ്ടേ, ബൈ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? 25 ഗ്രാം പ്രോട്ടീൻ അല്ലേ ഇതാ കിടക്കുന്നതാണ്ട് ഒരു പീസ്. അപ്പം 4 വാങ്ങിച്ചതിൽ ഒരു കുഴപ്പമില്ല. ഈ ബ്ലഡി ഫുൾ ഒരെണ്ണം തട്ടിക്കളഞ്ഞ്. അപ്പം ഇപ്പൊ ടാലിയായി എല്ലാം. എന്തായാലും ഇന്ന് കുരങ്ങന്മാർക്ക് ഉഷാലായി അല്ലേ ജെഫ്രി? നമ്മൾ കഴിച്ച വേസ്റ്റ് അപ്പം നിങ്ങളെ വഴിയിലൊന്നും വലിച്ചെറിഞ്ഞെന്ന് വിചാരിക്കല്. നോക്ക്, ഇന്നത്തെ തലമുറ ഞങ്ങളെ കണ്ട് പഠിക്കണം. 2 ഉപ്പിങ് എടുത്തേ. ഇതുപോലെ ചെയ്യാം. ഏതാ ഇത് അടച്ചു വയ്ക്കാൻ പറ്റത്? ആണ്ടേ. ഇന്നത്തെ തലമുറ നാളെ കണ്ടോ നീലക്കോലിൻ്റെ അടിയിൽ വരും. ബിരിയാണി തിന്നിട്ട് യുവാക്കൾ ചെയ്തത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. യെസ്. ഏതാ ബിസിനസ് പ്ലാൻ? ആണ്ടേ, തെന്മല ആണ്ട് ഇവിടെയും ഐസ് ബേ കണ്ടോ. ബിസിനസ്, ഈ ഐസ് ബേയുടെ മുതലാളിക്ക് ബിസിനസ് കാലം നല്ലുണ്ട്. ബിസിനസ് ചെയ്യേണ്ടവർ ഇത് കണ്ടുപിടിക്കണം. ഇവിടെ എത്ര ടൂറിസ്റ്റ് ആൾക്കാർ വരും. അപ്പം ഇവിടെയൊക്കെ തുടങ്ങിയ ഭയങ്കര കച്ചവടമായിരിക്കും. ഇപ്പം ഞങ്ങൾ തന്നെ വന്നില്ലേ വാങ്ങാൻ. അപ്പം ഞാൻ കിക്കാറ്റ് വാങ്ങിച്ച് ജെഫ്രി മീക്കയും ബിസ്കോഫി അത് വാങ്ങിച്ച്. കൊള്ളാം. എന്താ ബാല് കണ്ടില്ലേ? ഏതാ തീറ്റി? പേടിക്കല്ലേ. അക്ബറിന്റെ ഫ്രണ്ടാ. ആണോ? അക്ബറിന്റെ ഫണ്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പണ്ട് ഞാൻ എൻ്റെ ഒരു അറിവ് പ്രകാരം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇവനില്ലായിരുന്നു. അവനൊക്കെ കുഞ്ഞ്, അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും അവ ഇല്ലായിരുന്നു. അതെ. വാവ്, കുരങ്ങ് കൂട്ടങ്ങൾ. സൂം ചെയ്ത് കാണിക്കൂ അളിയാ. ക്യാമറമാൻ ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഹായ്. ഇത്രയും കുരങ്ങ് കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ ഒറ്റയ്ക്കാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സിന്ദൂരല്ലോ കുറിയൊക്കെ തൊട്ട് ഇറന്ന് ഉറങ്ങുക കള്ളെ. ഇതാണ് എൻ്റെ നൊസ്റ്റാൾജിയ സ്ഥലം. ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എങ്ങാണ്ട് വന്നേ. അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കിട്ടിയില്ല. എഡിറ്റ് ചെയ്യാൻ നേരത്ത് കൊണ്ടേ കൊടുത്തേക്കാം. ഇവിടെ അല്ല, ഇതിൻ്റെ അപ്പുറത്ത് എർത്ത് ഡാം അങ്ങനെ കണ്ടാ പറയുന്നത്. നമ്മൾ ടാൻ അടിച്ച ഒരു കുരങ്ങിനെയാണ് ഇവിടെ കാണുന്നത്. നോക്ക്, ഏതാ എന്ത് രക്തചന്ദന മൂത്ത് വെച്ചേക്കുന്നു. ഓളെ ആ ചെറം കൊള്ളാലോ വളരെ. കുരങ്ങിന് ദേഷ്യം വന്ന് എങ്ങനെ ഇരിക്കും? എന്ത് കഴിയുന്നു ഇപ്പോൾ കുരങ്ങൻ? ഇതെന്താ മുഖത്തെന്തേലും ഫേഷ്യൽ ചെയ്ത് വെച്ചിരിക്കുന്നു? ഏതാ സ്ഥലം? നൊസ്റ്റാൾജിയ സ്ഥലം. കാണിച്ചോട്. അവിടെ കാണിച്ചു കൊടുക്ക്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അതുവഴി പോയി ഇറങ്ങിയാണ്ട് ഇവിടെ വരുന്ന ബോട്ടിംഗ് കയറാം. മറ്റേ വഞ്ചി അത് കൊള്ളല്ലേ? നമുക്ക് കയറിയാലോ? കയറല്ലേ?
അവിടുന്ന് ഒരു ബോട്ട് പോയി നല്ല നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കണ്ട അത്ര ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കൊണ്ടോ ഏതാ വ്യൂ. എടാ ഇവനെ പറ്റിച്ചടാ. എടാ ഐസ്ക്രീം അല്ലത്. ആ ഐസ്ക്രീമാ. ആറ് തട്ടിപ്പറിച്ച് തിന്നുവാ. സൂം ചെയ്. അടിയിൽ മറ്റിലെ ചോക്ലേറ്റ് ഉണ്ട് ഇങ്ങനെ ഒരുക്കി വരുന്നത്. ഐ ഇനി നമ്മളെന്തോ ചെയ്യാൻ പോന്നെ? ബോട്ടിങ് യെസ്. പദം തെറ്റ. പിന്നെ ഫ്ലോട്ടിങ്ങും അല്ല, പദം തെറ്റ. ഓ ജെഫ്രിയുടെ ക്യാമറ സ്കിൽസ് ഒക്കെ കണ്ടു. അമ്മച്ചേക്ക് വന്നു. നമ്മളിനി ചെയ്യാൻ പോകുന്നുണ്ട്, അത് കാണിച്ചു കൊടുക്ക്. ഏതാ വഞ്ചി യാത്ര, കൊട്ടവഞ്ചി യാത്ര. അതിന്റെ ഇംഗ്ലീഷ്. അപ്പോൾ അടുത്ത നമ്മൾ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓ അണ്ണാൻ്റെ സ്കില്ലൊക്കെ കണ്ടോ. അടുത്ത് വന്നിട്ട് അണ്ണ ആ ഇതെടുത്ത് ഒരു ഏറ് എന്തുവാ തുഴയുന്ന സാധനം, നമുക്കിൻ്റെ അത് കയറാം. അപ്പം നമ്മുടെ കൂട്ടത്തിലെ ജംഗിൾ മാൻ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോയേക്കുവാണ്. ഓ അവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ഓ ജംഗിൾ മാൻ എന്താ പറഞ്ഞേ? അവിടെ ടിക്കറ്റ് എടുക്കും, ചിലപ്പോൾ അവിടെ വിടത്തില്ല. സോ വി ആർ ക്യാൻസലിങ് അവർ കൊട്ടവഞ്ചി പ്ലാൻ. അവിടുത്തെ ഇത് സമയം കഴിഞ്ഞ് ഇനി ടിക്കറ്റ് എടുത്തില്ല. നമ്മളപ്പോൾ ഇവിടുന്ന് പോവാ. എനിക്ക് ഇവിടുന്ന് ഇനി ആ പോകുന്ന വഴിക്ക് ഡിയർ പാർക്കുണ്ട്, അവിടെ കയറാം. അത് നൈസല്ല. അവിടെ ഒരു വലിയൊരു ഊഞ്ഞാലുണ്ട്. അവിടെ ജെഫ്രിയെ നമുക്ക് കറക്കി പാപ്പിച്ച് മേളി വിടാം. അപ്പം നമുക്ക് വെൽക്കം ഡ്രിങ്ക് എന്ന സ്വീകരിച്ച പട്ടി യാത്ര പറഞ്ഞ് നമ്മൾ പോവാം. അടിച്ച് കൂസേ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നു. ഡിയർ പാർക്ക്, ഡിയർ പ്രൊട്ടക്റ്റിംഗ് ഏരിയ എന്നൊക്കെയാണ് പറയുന്നത്. ഡിയർ റീഹാബ് സെൻറ്ററോ അങ്ങനെ കണ്ടാ പറയുന്നത്. യു ആർ എൻറ്ററിങ് ടു സദേൺ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. ഓ തെറ്റിപ്പോയി, സോറി. അപ്പോൾ അത് കാണിച്ചോട്ട്. ഇതിൻ്റെ അകത്തൊക്കെ മാനിങ് കരടി ചിലപ്പോൾ കാണും. ഇതൊക്കെ വന്നിരുന്ന് കളിക്കും. ഇപ്പം ക്യാമറമാൻ പടമായനെ. ഇതിൻ്റെ അകത്തൊക്കെ ആ മാനൊക്കെ വന്ന് കളിക്കുന്നത്. ഗൈസ് അപ്പം നമ്മൾ അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടുമുട്ടി. രണ്ടുപേരുണ്ട്. നോക്കും, മ്ലാവല്ലേ? മ്ലാവിൻ്റെ അച്ഛനോ? അതെങ്ങനെ നീ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞത്? കൊമ്പുണ്ട്. അപ്പം അത് അമ്മയാണോ? പിന്നെ നീ അത് രണ്ട് അച്ഛനോ? അതെങ്ങനെ ശരിയാണ്? അത് രണ്ടും സുഹൃത്തുക്കളാണ്. അപ്പൊ ഇത് അച്ഛനാന്ന് പറയാം. അപ്പൊ സുഹൃത്തിന്റെ അച്ഛനാണോ ഇത്? കൊമ്പ് കണ്ടോ? അപ്പൊ 2, 3, 4 അല്ല 1, 2, 3 അതുകൊണ്ട് അവിടെ 4. അതിന്റെ ബാക്കി അത് നിൽക്കുന്ന എന്തുവാ? ഇല്ല, 4 പേരേ ഉള്ളൂ. അപ്പം 4. അപ്പം ഇതിൽ ഏതൊക്കെ അച്ഛൻ ഏതൊക്കെ അമ്മയെന്നൊന്ന് പറ താങ്കളുടെ അറിവിൽ. ഇതെല്ലാം ഒരു കുടുംബം. അപ്പൊ ഇത് അച്ഛൻ, ഇത് സുഹൃത്ത്. അപ്പൊ ഇതെങ്ങനെ കുടുംബം വന്ന്? 2 അച്ഛനോ? അല്ലടാ, ഇത് തമ്മിൽ സുഹൃത്തുക്കൾ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പൊ അതോ വഴക്കിട്ട് പിരിഞ്ഞോ? അപ്പൊ അറ്റത്തിരിക്കുന്നവനോ? ഇതെന്താ സംഭവം? സംഭവം ഞാൻ പറഞ്ഞു. ഇത് 4 പേര് സുഹൃത്തുക്കളാ, 4 പേര് ചേട്ടാനിയന്മാരാ. അപ്പൊ ഈ ചേട്ടാനിയന്മാര് വസ്തു തർക്കം ഉണ്ടായിട്ടുണ്ട്. അറ്റത്ത് ഇറക്കുന്നവനെ കണ്ടോ? അറ്റത്തിറക്കം കാണിച്ചു കൊടുത്തു. അതിന്റെ അപ്പുറത്തുള്ള ഒരുത്തിനെ കണ്ടോ? ആ അറ്റത്ത് ഇറക്കുന്നവന് ഒന്നും കിട്ടിയില്ല. ഇവന്മാർക്ക് 2 പേർക്കും കൂടുതൽ കിട്ടി. ഇവന്മാർ 2 ഒരു ബെൽറ്റാണ്. ഇവനും അവനും വേറെ. 2 എണ്ണം ഇടഞ്ഞ കൊമ്പന്മാരാ. അപ്പം അമ്മമാർക്ക് 2 പേർക്കൊന്നും കിട്ടിയില്ല. ഇവന്മാർക്ക് 2 പേരെയാണ് മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട്. എത്ര പെട്ടെന്ന് നമ്മൾ ഈ വസ്തു തർക്കം തീർപ്പാടാക്കിയല്ലേ. നീ വളർന്നു കഴിയുമ്പം എന്തുവാ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വസ്തുക്കളെല്ലാം തട്ടി വാങ്ങും? ഇല്ല. നിന്റെ അമ്മ ചിലപ്പോൾ ഇവരുടെ അമ്മ എൻ്റെ ഭയങ്കര ഫാനാണ്. ഇവരുടെ അമ്മ ഈ ബ്ലോഗ് ഫസ്റ്റ് ആണെന്ന് ഇവരുടെ അമ്മയായിരിക്കും. നിന്റെ അമ്മ എടുത്ത് പറഞ്ഞേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല അമ്മേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അതായത് ശരി തന്നെ, നമ്മളായിട്ട് തന്നെ അധ്വാനിക്കണം. അപ്പം നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് അപ്പം പിന്നെ നീ നിന്റെ പൊണ്ടാട്ടിയുമായിട്ട് താമസിക്കും. അപ്പം നിന്റെ പൊണ്ടാട്ടി പറഞ്ഞ് എനിക്ക് നിന്റെ വീട്ടിൽ ഇയാൾ വിഷയം മാറ്റാം. അപ്പം നിന്റെ വീട്ടിൽ പറഞ്ഞ് നിന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, എനിക്ക് മാറി താമസിക്കാം, നമുക്ക് 2 പേർക്കും ഒറ്റയ്ക്ക് താമസിക്കാം എന്ന് നിന്റെ അടുത്ത് പറയാം. അപ്പം നിന്റെ ആൻസർ എന്തായിരിക്കും? അതിപ്പോ സാഹചര്യത്തിന് സമ്പൂർണ്ണമൊന്നുമല്ല, കാര്യം പറ.
നീ മാറി താമസിക്കുമോ അതോ നിന്റെ വീട്ടിൽ തന്നെ താമസിക്കുമോ? എന്താ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട് വെക്കും. നിന്റെ അടുത്ത് വേറെ വീടാ? സ്ഥലം ഇല്ലല്ലോ, പിന്നെന്ത് ചെയ്യും? എന്റെ അടുത്ത് തന്നെ ഏതെങ്കിലും സ്ഥലം മേടിച്ചാൽ അവിടെ വീട് വെക്കും. നിന്റെ വീട്ടിന്റെ അടുത്ത് സ്ഥലം ഇല്ല, നിന്റെ വീട്ടിന്റെ അവിടെ മൊത്തം തൊട്ടടുത്ത് വേണ്ട. മാന്റെ കൊമ്പുണ്ടാ, ആ മാന്റെ കൊമ്പ് തന്നിരിക്കുന്നേ മുറിച്ചടാ തിരിച്ചു വരുന്നുണ്ട്. മോനെ ഹൈബ്രിഡ് കൊമ്പ്, അത് കൊള്ളാല്ലേ? ആ അപ്പൊ നമ്മുടെ ചോദ്യം നമ്മൾ വിട്ടുമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ വിട്ടുമാറി. നീ നിന്റെ ഭാര്യ വീട്ടിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ നീ മാറി താമസിക്കുമോ? അതെന്റെ കാര്യമില്ല. അതെന്റെ കാര്യം. യെസ് ഓർ നോ? നോ 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 നോ. ഓ അപ്പം നിന്റെ ഭാര്യ അതിപ്പോ നമുക്ക് പറയാൻ പല സാഹചര്യം കാരണമാണ് അങ്ങനെ മാറി ഒരു സാഹചര്യം പറയുകയാണെങ്കിലും പല സാഹചര്യങ്ങളാണ്. അല്ല, അങ്ങനെ മാറി താമസിച്ചില്ല നിന്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു, അപ്പം നീ എന്തോ ചെയ്യും? പോട്ടെ പുല്ലെന്ന് വയ്ക്കണം. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും എല്ലാരും. നമ്മളൊരിക്കലും ആരെയും അങ്ങനെ വിട്ടുകളയില്ല. യെസ്, ദാറ്റ്സ് ആൻസർ. ഏതാ നിങ്ങൾക്കപ്പോൾ എന്താ കുടുംബപരമായി എന്തെങ്കിലും മോട്ടിവേഷൻ വേണമെങ്കിലും മീക്കയുടെ നമ്പർ താഴെ കൊടുത്തേക്കാം, ബന്ധപ്പെടൂ. ഏത് വാക്ക് തർക്കവും വസ്തു തർക്കവും ഭാര്യ ഭർത്താവ് ദാമ്പത്യ പ്രശ്നത്തിൻ്റെ ഇടയ്ക്കും മീക്ക എല്ലാം സെറ്റാക്കി തരും. നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. എൻ്റെ കാലിസ്തനിക്സ് ആണ് നിങ്ങൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഹോയ്, ഓ ഡാം. യെസ്, ഞാനൊരു കാലിസ്തനിക്സ് പ്രോ ആയിരിക്കുന്നു. ഇനി അടുത്തത് ജെഫ്രിയുടെയാണ്. ചാടിയൊക്കെ പിടിച്ചാൽ മതിയാ. ഓട്ടെ, ചാടി, ഒറ്റ ചാട്ടം. പറ്റും എന്നാ ഒരു ഒരെണ്ണത്തിൽ പിടി. ജെഫ്രിക്ക് നീളമില്ലാത്തതുകൊണ്ട് നമ്മൾ പൊക്കി കയറ്റാൻ പോവാം. വാ, 1 2 3. പോട്ടെ, 1 2 3. എന്ത് കേറി പോയല്ലോ. ഏതാ സ്പൈഡർമാൻ? ഇത് എന്റെ മൈക്ക്. ഇതിലാണ് ചാടി ചവിട്ടിയത്. അപ്പൊ അടുത്തതായി മീക്കെ കാണിച്ചു കൊറ. നീ ആരാന്ന്? ജെഫ്രി പൊക്കിക്കോട്. ജെഫ്രി പൊക്കി തരും. ജെഫ്രി പൊക്കിക്കോട്. ആ ഓ ആ ആ കാലങ്ങ് പൊക്കട. അവനെ താഴോട്ട് നിന്നു. ഇവന് ബാലൻസ് ഒന്നും ഇല്ലാത്ത തലയിടിച്ചാലും വീണ അറിയത്തില്ല. ഓവാ, കയറാ, മേളിലും കയറ്. ആ നൈസ്. കുഴപ്പമില്ല, സൂപ്പറായിട്ട് ചെയ്ത്. എന്താ കറക്കുന്നോ? കറങ്ങായിരുന്നു. അപ്പൊ അടുത്തതായി ഞങ്ങളുടെ സീസണാണ് കാണാൻ പോകുന്നത്. ഹായ്, ഇല്ല ഞാൻ പൊങ്ങി തരാം. ഞാൻ പൊക്കി. അയ്യോ, എടാ പയ്യത്താക്ക്. അങ്ങനെ അത് തന്നെ. വർഷങ്ങൾ കുറേ ഇതൊക്കെ ചെയ്തിട്ട് ദാ പോന്ന്. പയ്യെ. അപ്പൊ ഇവിടെ ഇനി കുറെ റൈഡുകളുണ്ട്. ഇനി സ്ലൈഡ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാല് കാണിച്ചു കൊടുത്തേ. ഊഞ്ഞാലുണ്ട്, ചെറിയ ഊഞ്ഞാലുണ്ട്. പിന്നെന്തോ ഉള്ളേ? അയ്യോ, ചന്തി പോയി. പൊക്കടാ. ശരിയാണല്ലോ. താഴത്തെ എന്താ? ഇതിങ്ങനെ അടുത്തതായി മീക്ക രാജ് ശൂന്യാകാശത്ത് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അയ്യോ, ജെഫ്രി നീ കാലിലാക്കല്ലേ, അങ്ങനെ തന്നെ ഇരുന്നു.
കയ്യൊന്നും ഇട്ടടാ, രണ്ട് കയ്യൊന്നും ഇട്ട്. ആ കാലും താത്തേ, ആ കാലവിടെ നിന്ന് മാറ്റി, ആ കയ്യൊന്നും ഇട്ട്. ഇനി താങ്കൾക്കും സെയിം ക്വസ്റ്റ്യൻ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് ഭാര്യ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന്. ഡു യു എഗ്രി വിത്ത് ഇറ്റ്? ഒരിക്കലും അങ്ങനെ പേരൻസിൻ്റെ ഓബ്വിയസ്ലി അങ്ങനെ എപ്പോഴും കാണത്തില്ല. നമ്മൾ പേരൻസ് വീട്ടിലായിരിക്കത്തില്ലല്ലോ. അതെ, നമ്മൾ വെഡിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വന്തം വീട് വേണം, അതെന്തായാലും വേണം. അത് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം. എല്ലാവരും മാരേജ് കഴിഞ്ഞിട്ട് ഒരു വീട് വേണം സ്വന്തമായിട്ട്, അത് പേരൻസ് അല്ലാതായിട്ട്. ബട്ട് എന്തായാലും ഇതിന് പേരൻസിൻ്റെ വീട്ടിലിടക്കൊക്കെ വരാൻ ഒരു ഇത് കാണില്ല. പേരൻസിനോട് വെറുപ്പാണല്ലോ, എപ്പോഴും അവരോടുള്ള ആ സ്നേഹബന്ധം പുലർത്തണം. ഓ, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന ജെഫ്രി മോട്ടിവേഷണൽ സ്പീക്കർ ആകാൻ എല്ലാ കഴിവുകളുമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂട്ടത്തിൽ. ഇനി താങ്കൾക്ക് പിള്ളേരായി കഴിഞ്ഞ് പിള്ളേരെ എന്താക്കണമെന്നാണ് താങ്കളുടെ ആഗ്രഹം? എൻ്റെ പഠിത്തം കഴിയട്ടെ മോനെ. അതൊന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കാലം മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ തന്നെ AI നമ്മുടെ ജോലി എടുക്കുമെന്നൊക്കെ പറയുന്നത്. ഇനി ജോലി ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് തന്നെ അറിയത്തില്ല. ഇനി ഫിസിയോതെറാപ്പി തടവാൻ വേറെ ആൾക്കാരൊക്കെ ആയി റീപ്ലേസ് ചെയ്താൽ ജെഫ്രിയുടെ പണി പോവും, ജെഫ്രി വീട്ടിൽ ഇരിക്കും. ജെഫ്രി അത് പിന്നെ എന്നെ പോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇരിക്കേണ്ടി വരും. ഫിസിയോതെറാപ്പിയുടെ ജോലിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുള്ളത്? വളരെ നല്ലൊരു ജോലിയാണ്. ബട്ട് ഇനിയും തൊട്ട് ഞാൻ അടുത്ത വർഷം എനിക്ക് ഭാഗ്യത്തിന് നീറ്റ് എഴുതാതെ ഈ പ്രാവശ്യം കിട്ടി. ഇനി അടുത്ത വർഷം തൊട്ട് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി എല്ലാം നീറ്റ് എന്തോടാ മാന് 4 കൊമ്പ് ചിങ്ങനെ അങ്ങനെയൊക്കെ വളരുന്നു. നൈസ്, അത് കൊള്ളാം. അത് പുതിയൊരു കാഴ്ചയായിരുന്നു. ഇന്നേ വരെ അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെയും സന്ദർശനം കഴിഞ്ഞിരിക്കുന്നു. നമ്മളപ്പം ഇവിടുന്ന് പോവുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. വേറെ ഒരു പണിയുമില്ല. ചിലപ്പോൾ രാത്രി ടർഫ് പോലെ ഉണ്ട്. രാത്രി ഒരു ടർഫുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ദൃശ്യങ്ങൾ ഇതിട്ടേക്കാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. മാറല്ലേ കൊടുത്തല്ലേ अब कह रहा है अड़िका